നമ്മളിപ്പോൾ കാണുന്നത് അർജുൻ്റെ വീട്ടിലെ അവസ്ഥയാണ്. വീട്ടിൽ ഈ വിവരം അറിഞ്ഞു, ടി വിയിൽ നിന്നൊക്കെ അവർ വിവരം അറിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. 72ാമത്തെ ദിവസമാണിന്ന്. ആ കുടുംബത്തെ സംബന്ധിച്ചോളം അവർക്ക് അന്ത്യകർമ്മങ്ങൾ അർജുനായി ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിച്ചോളം ഒരു നിശ്ചയദാർഢ്യമായിരുന്നു. നിശ്ചയദാർഢ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അവർ നിയമപരമായിട്ടും അല്ലാതെ തന്നെ ഈ തിരച്ചിലിന് ഫുൾ സ്റ്റോപ്പ് ഇടാതെ അന്തിമമായ ഒരു മറുപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയടക്കം സമീപിക്കാനും സർക്കാരിനെ സമീപിക്കാനും ഒക്കെ അവർ കാത്തുനിന്നത്. അവിടെ നിന്ന് നമ്മുടെ കെ വി രാഹുൽ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നുണ്ട്. രാഹുൽ, ആ കുടുംബത്തെ സംബന്ധിച്ചോളം ഇത്രയും ദിവസം കഴിഞ്ഞവർക്ക് ഉത്തരമാവുകയാണ്. അവരറിഞ്ഞോ, വീട്ടുകാരൊക്കെ അറിഞ്ഞോ, അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞോ ഈ സംഭവം? പ്രതീക്ഷ തീർച്ചയായും അതിദുഃഖകരമായ നിമിഷങ്ങളിലൂടെ തന്നെയാണ് കുടുംബം ഏതായാലും ഈ വിവരം അറിഞ്ഞിട്ടുണ്ട്. അർജുൻ്റെ അച്ഛൻ, അമ്മ, ഭാര്യ, സഹോദരി, അടുത്ത ബന്ധുക്കളെല്ലാവരും തന്നെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും അവരോട് ഈ ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും മാധ്യമങ്ങളോട് സംസാരിക്കാനുണ്ടോ, പൊതുജനങ്ങളോട് സംസാരിക്കാനുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സമയമല്ല, പിടിച്ചാൽ നിൽക്കുന്ന ഒരു സാഹചര്യമല്ല എന്നാണ് അവർ പറഞ്ഞത്. ഏതായാലും നിലവിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നില്ല എന്ന് തന്നെയാണ്. മാനസികമായി അവർ ഉൾക്കൊണ്ട് കഴിഞ്ഞു എന്ന് തന്നെയാണ്. നമ്മൾ ഇത്രയും സമയം പറഞ്ഞതുപോലെ ക്യാബിനകത്ത് മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തി ഔദ്യോഗികമായി ഇനി പരിശോധന നടത്തി ആ ഫലം വരണം എന്നൊക്കെയാണെങ്കിൽ തന്നെയും കുടുംബം മാനസികമായി അത് ഉൾക്കൊണ്ടു എന്ന് തന്നെയാണ്. അത് അർജുൻ്റെ ശരീരഭാഗങ്ങൾ തന്നെയാണ് എന്ന് കുടുംബം പറയുകയാണ്. ഏതായാലും ഇനി ബാക്കി വേണ്ട കാര്യങ്ങളൊക്കെ വീട്ടിൽ ഒരുക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തോട് നമ്മൾ നേരിട്ട് സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് ഇവിടെ നിന്ന് ആരും തന്നെ ഇനി ഷിരൂരിലേക്ക് പോകുന്നില്ല. കാരണം ജിതിനടക്കം ഷിരൂരിലുണ്ട്. അപ്പോൾ അവിടെയുള്ള നടപടിക്രമങ്ങൾ, DNA പരിശോധന, പോസ്റ്റ്മോർട്ടം ഒക്കെ പൂർത്തിയാക്കി മൃതദേഹ ഭാഗങ്ങൾ, അതായത് ഇവർ ഉറപ്പിച്ചു കഴിഞ്ഞു അർജുൻ്റെ തന്നെയാണ് എന്നതാണ്. കാരണം ക്യാബിനകത്ത് നിന്നാണ് ഈ ഭാഗങ്ങൾ കിട്ടിയത് എന്നുകൊണ്ട് തന്നെ. അപ്പോൾ അവിടെ ആ നിയമപരമായ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ഇങ്ങോട്ടേക്ക് കണ്ണാടിക്കലിലേക്ക് കൊണ്ടുവരികയും ബാക്കി സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യും എന്ന് തന്നെയാണ്. അവർ ഈ ഒരു അവസ്ഥ മാനസികമായി ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളോട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കാനടക്കം തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ്. അർജുൻ്റെ ഭാര്യയ്ക്ക് ഈ മാസം 2-ാം തീയതിയാണ് വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ജോലി നൽകിയത്. 2-ാം തീയതി ജോലിയിൽ പ്രവേശിച്ചു. ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഭാര്യയും വീട്ടിലേക്ക് വന്നു എന്ന് തന്നെയാണ്. ഏതായാലും അടുത്ത ബന്ധുക്കൾ വിവരമറിഞ്ഞ് കൂടുതൽ ആളുകൾ, അയൽക്കാരടക്കം വീട്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അവർ ഇത്രയും നാൾ തേടിയതിൻ്റെ ഉത്തരമാണ് ഇന്ന് ഈ 70 ദിവസത്തിന് ശേഷം ലഭ്യമായിട്ടുള്ളത് എന്നതാണ്. ജൂലൈ 16-ാം തീയതിയാണ് അപകടം സംഭവിക്കുന്നത്. ഈ കുടുംബത്തിൻ്റെ പ്രതീക്ഷ അത്രയും, അതായത് ഭാര്യയുണ്ട്, ചെറിയൊരു മകനുണ്ട്, അച്ഛൻ, അമ്മ, സഹോദരിയൊക്കെ ഉണ്ട്. കുടുംബത്തിൻ്റെ പ്രതീക്ഷ അത്രയും പേറിയാണ് അർജുൻ ജോലി ചെയ്തിരുന്നതെന്നതാണ്. തടിയെടുക്കുന്നതിനായി പോയി വരുന്ന സമയത്താണ് ഈ അപകടം സംഭവിക്കുന്നത്. 2 ദിവസത്തിന് ശേഷമാണ് കുടുംബ വിധത്തിൽ അർജുൻ്റെ വാഹന അപകടത്തിൽപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നത് തന്നെയും. സമയത്തൊക്കെ നമ്മൾ പലതവണ വീട്ടിലേക്ക് വരികയും അവരുടെ അതിവൈകാരികമായ നിമിഷങ്ങളെല്ലാം ഒപ്പിയെടുക്കുകയും ചെയ്തതാണ്. കുടുംബത്തോടൊപ്പം മുഴുവൻ സമയം നമ്മൾ മാധ്യമങ്ങളും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്തും നമ്മൾ പോയി കാണുകയൊക്കെ ചെയ്തിരുന്നു. എപ്പോൾ കാണുമ്പോഴും അവർ ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരുന്നത് അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ, ഗംഗാവലി പുഴയിലെ തിരച്ചിൽ അവസാനിപ്പിക്കരുത് എന്നത് തന്നെയാണ്. കാലാവസ്ഥ വലിയ വെല്ലുവിളിയായിരുന്നു. പുഴയിലെ ഒഴുക്ക്, ശക്തമായ മഴയൊക്കെ തന്നെയാണ് ആദ്യഘട്ടം തടസ്സമായി നിന്നിരുന്നത്. ഞാനവിടെ 10 ദിവസം ഷിരൂരിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഘട്ടങ്ങളിലൊക്കെ വീട്ടുകാരോട് ചോദിക്കുന്ന സമയത്തും തിരച്ചിൽ യാതൊരു കാരണവശാലും അവസാനിപ്പിക്കരുത്, നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് അർജുൻ്റെ ലോറിയും കണ്ടെത്തണം എന്ന ആവശ്യം തന്നെയാണ് അവർ മുന്നോട്ട് വച്ചിരുന്നത് എന്നതാണ്. ഇതിൽ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ആ കുടുംബത്തെ തേടി ഇങ്ങനെ ഒരു വിവരം എത്തുകയാണ്. അർജുൻ്റെ ഇതെന്ന് സംശയിക്കും, ഉറപ്പായിട്ടില്ല. ഈ പരിശോധനയിലൂടെ മാത്രമേ ഉറപ്പാക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ മൃതദേഹത്തിൻ്റെ ഭാഗവും ഗംഗാവലിയുടെ ആഴങ്ങളിൽ നിന്ന് അർജുൻ്റെ ലോറിയുടെ ക്യാബിനും ഉയർത്തിയിരിക്കുകയാണ്. ഏതായാലും അതിദുഃഖകരമായ നിമിഷങ്ങളിലൂടെ തന്നെയാണ് അർജുൻ്റെ വീടും കണ്ണാടിക്കൽ എന്ന ഈ ഒരു നാടും കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. എല്ലാവരും ഇത് ഉൾക്കൊണ്ടിട്ടുണ്ട്.